ഹായ് ലിന, എന്താ ഇവിടെ റെയിൽവേ ട്രാക്കിന്റെ സൈഡിൽ എന്താ ഉദ്ദേശം? വീഡിയോ എടുക്കുക, ഇപ്പൊ ഇവിടെ ലൈറ്റ് ഉള്ളു, അങ്ങനെ വന്നതാണെന്ന്. പക്ഷേ ഒരു കാര്യം പറയാലോ, സത്യം പറയാലോ, എനിക്ക് ഈ ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്, ബ്ലാക്ക് കളറാണെന്നുള്ളതും ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതിന്റെ ഒരു കാര്യമാണ്. പക്ഷേ ഇതിൽ നല്ല കാര്യമായിട്ട് ഇത് ഈ ഡ്രസ്സിൽ എനിക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത്, നിനക്ക് പിന്നെ പ്രത്യേകിച്ച് ആടയാഭരണങ്ങളൊന്നും വേണ്ടെന്ന് തോന്നുന്നു, എല്ലാം ഇതിൽ തന്നെ ഇൻബിൽറ്റ് ആയിട്ടുണ്ട് അല്ലേ? അത് കസ്റ്റമൈസ് ചെയ്തെടുത്തതാണ് കേട്ടോ, ആണോ? കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്യിച്ചതാണ് ഇത്. ഇവിടെ ഒരു ജിംകട ഒരു മോഡലും മൊത്തത്തിൽ നോക്കുമ്പോൾ ദൂരെ നിന്ന് നോക്കി യഥാർത്ഥത്തിൽ നീ കഴുത്തിൽ വലിയൊരു മാല ഇട്ടേക്കുന്നു, കയ്യിൽ ഫുൾ ഒരു വള ഇട്ടേക്കുന്നു, ആ ഒരു ഫീലാണ്. അത് ഞാൻ നമ്മുടെ അങ്കമാലിയിലുള്ള സൗന്ദര്യ ബൊട്ടിക് ആൻഡ് ഡിസൈൻസിൽ പറഞ്ഞ് ചെയ്തതാണ്. വളരെ നല്ലോണം തന്നെ പറഞ്ഞതുപോലെയൊക്കെ തന്നെ ചെയ്ത് ഫുള്ള് ഇത് കാണാൻ നല്ല രസമുണ്ട്, മൊത്തത്തിൽ നോക്കാനേ നല്ല ഭംഗിയുണ്ട്. എന്തായാലും ദിവസമായി കേട്ടോ കിട്ടിയിട്ട്, പക്ഷെ ഇത് ഇടാൻ പറ്റിയൊരു സാഹചര്യം ഇല്ലായിരുന്നു, അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. എന്തായാലും ഇന്ന് അത് ഇട്ടു. ആ സാഹചര്യം ഉണ്ടാവാൻ കാര്യം എന്ന് പറഞ്ഞാൽ അതിന് മുന്നേ എന്തായാലും സൗന്ദര്യ ബൊട്ടിക് ആൻഡ് ഡിസൈൻ അല്ലേ, അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് വഴിയാണ് നല്ല ഹെവി വർക്കാണ്, നല്ല ഹെവി വർക്ക് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ചേച്ചിക്ക് ഞാൻ താങ്ക്സ് പറയുകയാണ്, ഇത്രയും നല്ല രീതിയിൽ പറഞ്ഞ് ഫോട്ടോ അയച്ചു കൊടുത്തതുപോലെ തന്നെ ചെയ്ത് തന്നതിൽ. പിന്നെ എനിക്ക് ഫിറ്റിംഗ് ഒക്കെ കറക്റ്റ് ആയിരുന്നു കേട്ടോ, പിന്നെ ഞാൻ ഓർഡർ ചെയ്തൊന്നുമില്ല, കറക്റ്റ് വന്നത് പക്കയായിരുന്നു. ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ പോയിന്റിലേക്ക് വരികയാണ്. നമ്മൾ ഈ ഡ്രസ്സ് ഇടാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും കളിച്ചു, അപ്പം നമുക്കും ഒന്ന് കളിക്കണമെന്നുണ്ടായിരുന്നു. ഏതായിരുന്നു ട്രെൻഡ് ഒക്കെ പോയി കഴിഞ്ഞു, എന്നാലും പിന്നെ വിചാരിച്ചു എന്തായാലും നമുക്കൊന്ന് കളിക്കാം, എല്ലാരും കളിച്ചല്ലോ, നമ്മൾ മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഏതായിരുന്നു ചേട്ടാ ആ ഗാനം? അതെ, റീമിക്സ് ആയിരുന്നു, അഭിരാമി എന്നുള്ള സോങ് ആയിരുന്നു. അഭിരാമിയെ അത് കുറെ ദിവസങ്ങളായിട്ടുള്ള പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരു പരുവത്തിന് ഇന്ന് അത് തട്ടിക്കൂട്ടി ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് കാണണം, കണ്ട് ഈ എളിയ കലാകാരനെയും കലാകാരിയെയും പിന്നെ ഒരു കുട്ടി കലാകാരി ഇതോ ഇരിക്കുന്നു, ടേയ് എന്തുവാടേ മാമനും മോളും കൂടെ. അപ്പൊ അനുമാമനായിരുന്നു നമ്മുടെ ക്യാമറമാൻ. നമ്മുടെ ഒരു ഭാഗ്യമല്ലേ, സിനിമാ നടനാണ് നമ്മുടെ ക്യാമറമാൻ. എല്ലാവരും ഗോളം കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഗോളത്തിലെ നായകനാണ്. ഓ മതി. അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അപ്പോൾ നമ്മുടെ ഡാൻസ് എന്തായാലും നമ്മൾ ഈ പേജിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതും കൂടെയൊക്കെ ഒന്ന് കയറി കാണണം. അതുപോലെ തന്നെ നമ്മുടെ സൗന്ദര്യ ബൊട്ടിക് ആൻഡ് ഡിസൈൻസിനെയും സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം പേജാണ്, താല്പര്യമുള്ളവർ വിളിക്കുക. എനിക്ക് തോന്നുന്നു ബൊട്ടിക്കായിട്ടുണ്ട്, അപ്പം എറണാകുളം സൈഡിലുള്ളവർക്ക് പോകുക. നീ തിരിഞ്ഞ ബാക്ക് നോക്കട്ടാ. ഓ ഇവിടെ ഇല്ലല്ലേ, ബാക്കിൽ ഈ സൈഡിൽ ഇവിടെ ഒന്നും ഇങ്ങനെയാണ്. പക്ഷേ കൊള്ളാം, സിമ്പിളായിട്ട്. ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ബാക്കിലും ഒക്കെ ഉണ്ടാവുമെന്ന്, പക്ഷേ രസമുണ്ട് കേട്ടോ, നൈസായിട്ടുണ്ട്. കാലിലും ഒക്കെ നല്ല സിമ്പിളായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അടിപൊളി. ഓക്കെ, അപ്പോൾ ശരി, എന്നാൽ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. ഇതെന്തായാലും ഒരു കുഞ്ഞൊരു വ്ളോഗാണ്. ഒന്ന് സൗന്ദര്യ ബുട്ടീക്ക് ആൻഡ് ഡിസൈൻസിൻ്റെ കാര്യം പറയണമെന്നുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ഈ ഒരു ഡാൻസിൻ്റെ ഒരു ശ്രമം നമ്മൾ നടത്തിയിട്ടുണ്ട്, അതും നമ്മുടെ പേജിൽ കിടപ്പുണ്ട്, അതും കയറി കാണണം. അപ്പം ശരി, താങ്ക് യു സോ മച്ച്, ലവ് യു ഓൾ, ബൈ. மங்காளியாம் மனது மங்காளியாம் என் விழியில் மங்காளியம் என் காதலில் சுந்தர நெத்தி சூட்டி சுந்தரமாடி தள்ளிப்ப சுந்தர வரிசை பூவும் சுந்தர உலகில் நானும்